ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് ഇന്ന് എടുക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ലൈൻസ് ആൻഡ് ഷേപ്സ് ആണ്. ലൈൻസ് എന്ന് പറഞ്ഞാൽ വരകൾ, ഷേപ്സ് എന്ന് പറഞ്ഞാൽ രൂപങ്ങൾ. അറിയാലോ, ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സ്കൂളിന്റെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഏതാണ് സ്കൂള്? ഗവൺമെന്റ് LP സ്കൂൾ കടലുകാണിയാണ്. പിന്നെ എന്തൊക്കെയാ നമുക്ക് കാണുന്നത്? സ്കൂളിന്റെ മുന്നിലായിട്ട് ഒരു ബാനർ ഉണ്ട്. എന്താണ്? വേൾഡ് ഓഷ്യൻസ് ഡേ ജൂൺ 8 ഓൾ ആർ വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനർ കാണാം അല്ലെ. അതായത് ലോക സമുദ്ര ദിനം ജൂൺ 8 എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനർ കാണാം. ദെൻ കുറെ വാൾ പിക്ചേഴ്സ് ഉണ്ട് അല്ലെ, കണ്ടില്ലേ? അതായത് ഡിഫറെന്റ് ഷേപ്സ് വെച്ചിട്ട് വരച്ച വാൾ പിക്ചേഴ്സ് കാണാം. പിന്നെ കൊച്ചു കുട്ടികൾ കളിക്കുന്നത് കാണാം. ട്രീസ്, ഹൗസസ്, ബേർഡ്സിനെ കാണാം അല്ലെ. ക്ലൗഡ്സ് കാണുന്നുണ്ട് ഇല്ലേ. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? സീ ദ പിക്ചർ. വാട്ട് ആർ ഓൾ ദ തിങ്സ് ഡു യു സീ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. എന്താണ്? ചിത്രം നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാമാണ് കാണുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സുമായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാ കാണുന്നത്? എ സ്കൂൾ ബിൽഡിംഗ് ലേബിൾഡ് ഗവൺമെന്റ് LP സ്കൂൾ കടലുകാണി. ദെൻ വേൾഡ് ഓഷ്യൻസ് ഡേ പോസ്റ്റർ ഉണ്ട് അല്ലെ. Then there are pictures on the wall made of shapes. Then some children are playing. Then trees and houses, birds in the sky, then clouds in the sky. ഇങ്ങനെയൊക്കെ എഴുതാ കേട്ടോ. And draw എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചിത്രം നോക്കൂ, വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. You saw the picture on the first page, didn't you? അതായത് ആദ്യ പേജിലെ ചിത്രം കണ്ടല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. Did you notice the pictures on the wall? മതിലിലെ ചിത്രങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡ്രോ ദ പിക്ചർ യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മൈ ഡ്രോയിങ് എന്നൊരു സ്പേസ് കാണാലേ, അവിടെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാച്ചാ അത് വരച്ചു കൊടുക്കുക കേട്ടോ. സെലിബ്രേഷൻ. വാട്ട് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ 8th June ഇൻ കടലുകാണി സ്കൂൾ. അതായത് കടലുകാണി സ്കൂളില് ജൂൺ 8 നടന്ന ആഘോഷം എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ്? വേൾഡ് ഓഷ്യൻസ് ഡേ ആണ് അല്ലെ. ഓഷ്യൻസ് ഡേ സെലിബ്രേഷൻ അല്ലേ, അതവിടെ എഴുതുക കേട്ടോ. കളർ ദ ഫിഷ്. ദർ ഈസ് ആൻ എക്സിബിഷൻ ഇൻ കടലുകാണി സ്കൂൾ ആസ് പാർട്ട് ഓഫ് ദ വേൾഡ് ഓഷ്യൻസ് ഡേ സെലിബ്രേഷൻ. അതായത് വേൾഡ് ഓഷ്യൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കടലുകാണി സ്കൂളില് ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നുണ്ട്. അനു, സുബി ആൻഡ് അതുൽ ആർ മേക്കിംഗ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പേപ്പർ ഫിഷസ് ഫോർ ഡെക്കറേഷൻ. സ്കൂൾ അലങ്കരിക്കുന്നതിനായിട്ട് അനുവും സുബിയും അതുലും എന്താണ് വ്യത്യസ്ത രീതിയിലുള്ള പേപ്പർ ഫിഷസ് ഉണ്ടാക്കുകയാണ്. സീ ഹൗ ദേ ഹാവ് ഹങ് their paper fishes using strings. അതായത് ചരട് ഉപയോഗിച്ചിട്ട് അവരുടെ പേപ്പർ ഫിഷസ് അവര് തൂക്കിയിട്ടിരിക്കുന്നത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ, ഡിഫറെന്റ് പേപ്പർ ഫിഷസ് അവരുണ്ടാക്കിയ പേപ്പർ ഫിഷസ് ആണ് കേട്ടോ അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. കളർ ദീസ് ആൻഡ് മേക്ക് ദം പ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇതെല്ലാം നിറം കൊടുത്തിട്ട് ഭംഗിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യാം. നെക്സ്റ്റ് ഡ്രോ ആൻഡ് കളർ. Draw other shapes joining those below to make fishes and color them. ഇവിടെ ചുവടെ നമുക്ക് ഷേപ്സ് തന്നിട്ടുണ്ട് അല്ലെ. ആ ഷേപ്സിനോട് ജോയിൻ ചെയ്തിട്ട് വേറെ ഷേപ്സ് ചേർത്ത് വെച്ചിട്ട് മീനിനെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അത് ചെയ്തു കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഷേപ്സ് ആണ്. വാട്ട് ഓൾ ഷേപ്സ് ഡിഡ് യു നോട്ടീസ് ഇൻ ദ പേപ്പർ ഫിഷസ്. അതായത് പേപ്പർ ഫിഷസില് കടലാസു മീനുകളില് നിങ്ങളെ ഏതെല്ലാം ഷേപ്സ് ആണ്, രൂപങ്ങളാണ് കണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഡ്രോ ദ ഷേപ്സ് യു നോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നിങ്ങൾക്ക് അറിയാവുന്ന ഷേപ്സ് വരച്ചിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് നമുക്കൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, അറിയാലോ. ഷേപ്സ് ഒക്കെ നമുക്ക് അറിയണത് തന്നെയാണ് അല്ലെ. സർക്കിൾ അല്ലേ, നെയിം ചെയ്യുക കേട്ടോ, പേര് കൊടുക്കുക, സർക്കിൾ എന്ന് എഴുതുക. ഇനി ഏതൊക്കെയാണ് പേപ്പർ ഫിഷസ് ഉണ്ടാക്കാനായിട്ട് അവർ ഉപയോഗിച്ച ഷേപ്സ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ഉണ്ട് അല്ലെ. ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക, ഷേപ്പ് വരയ്ക്കുക, ട്രയാങ്കിൾ എന്ന് എഴുതുക. ദെൻ റെക്റ്റാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിളിന്റെ ഷേപ്പ് വരയ്ക്കുക, എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ എന്ന് എഴുതുക കേട്ടോ. ഈർക്കിൽ ഫിഷ്. അവിടെ കണ്ടോ ടീച്ചർ എന്തോ പറയുന്നുണ്ട് അല്ലെ. എന്താ? മേക്ക് എ ഫിഷ് യൂസിങ് ഈർക്കിൽ ബിറ്റ്സ്. അതായത് ഈർക്കില കോലുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഫിഷിനെ ഉണ്ടാക്കൂ എന്ന് പറയുകയാണ് അല്ലെ. പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ഈർക്കില കോലുകൾ ഉപയോഗിച്ചിട്ട് ഫിഷിനെ ഉണ്ടാക്കിയത്. ദ പിക്ചർ ഷോസ് ദ ഫിഷ് അതുൽ മെയ്ഡ് ബൈ സ്റ്റിക്കിംഗ് ഈർക്കിൽ ബീഡ്സ് ഓൺ പേപ്പർ. ഈർക്കില കോലുകള് കടലാസിൽ ഒട്ടിച്ചിട്ട് അതിലുണ്ടാക്കിയ മീനാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. കാണ്ട് യു ആൾസോ മേക്ക് സച്ച് ഫിഗേഴ്സ്. നിങ്ങൾക്കും ഇതുപോലെ രൂപങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. യൂസ് ദം ഫോർ ദ ഓഷ്യൻസ് ഡേ സെലിബ്രേഷൻ. ഓഷ്യൻ ഡേ സെലിബ്രേഷന് അങ്ങനത്തെ ഈർക്കിൽ ബീഡ്സ് വെച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഫിഷസ് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. Next, butterfly. To decorate the classrooms in the school, new figures are to be drawn.
സ്കൂളിലെ ക്ലാസ് മുറികള് അലങ്കരിക്കാൻ പുതിയ രൂപങ്ങൾ വരയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. സി ദ ബട്ടർഫ്ലൈ ഡ്രോൺ യൂസിങ് വേരിയസ് ഷേപ്സ്, കളർ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പ്രിറ്റി. അതായത് വേരിയസ് ഷേപ്സ് വെച്ചിട്ട് വരച്ച ബട്ടർഫ്ലൈ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് കളർ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ചെയ്യാം. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ. പിക്ചറിലുള്ള ഷേപ്സുകള്, രൂപങ്ങള് പേര് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെയാണ്? സർക്കിൾ ഉണ്ട് അല്ലെ, ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട് അല്ലെ, അതവിടെ എഴുതുക കേട്ടോ. അടുത്തത് പസിൽ കോർണർ. ഓൺലി 3 ലൈൻസ് ആർ നീഡഡ് ടു മേക്ക് മീ ഹു ആം ഐ. എന്നെ നിർമ്മിക്കാൻ 3 വര മതി, ഞാൻ ആര് എന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലെ. ആരാത്? ട്രയാങ്കിൾ. ട്രയാങ്കിളിനല്ലേ 3 ലൈൻസ് ഉള്ളത്? ട്രയാങ്കിൾ എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് മെഷറിംഗ് സൈഡ്സ്. യൂസ് എ റെക്ടാങ്കിൾ കാർഡ് ഇൻ ദ മാത്ത് ബോക്സ് ടു ഡ്രോ എ റെക്ടാങ്കിൾ. കണക്കുപെട്ടിയിലെ ഒരു ചതുര ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു ചതുരം വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മൈ ഡ്രോയിങ് എന്ന് കൊടുത്തിട്ടില്ലേ അവിടെ ആ സ്പേസിൽ എന്ത് ചെയ്യുക? റെക്ടാങ്കിൾ കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ദെൻ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി സൈഡ്സ് ഡസ് ദ റെക്ടാങ്കിൾ ഹാവ്? അതായത് എത്ര വശങ്ങളാണ് റെക്ടാങ്കിളിനുള്ളത്? എത്ര സൈഡുകളാണുള്ളത്? 4 സൈഡ്സ് ആണ് അല്ലെ. ആൻഡ് കോർണേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൂലകൾ എത്ര എണ്ണ? 4 എണ്ണയല്ലേ. 4 എന്ന് എഴുതുക കേട്ടോ. യൂസ് റൂളർ ടു മെഷർ ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ യു ഹാവ് ഡ്രോൺ. അതായത് നിങ്ങൾ വരച്ച റെക്ടാങ്കിളിന്റെ സൈഡുകൾ മെഷർ ചെയ്യാനായിട്ട് സ്കെയിൽ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സൈഡ് 1, സൈഡ് 2, സൈഡ് 3, സൈഡ് 4 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വരയ്ക്കുന്ന റെക്ടാങ്കിളിന്റെ സൈഡുകൾ നിങ്ങൾ അളന്നിട്ട് എഴുതണം കേട്ടോ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കിട്ടുക. എങ്ങനത്തെ റെക്ടാങ്കിളിന്റെ കാർഡാണോ ഉള്ളത് അത് വെച്ചിട്ടാണല്ലോ നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കുക. അപ്പൊ അതിന്റെ അളവിനനുസരിച്ച് കിട്ടും കേട്ടോ. അതവിടെ എഴുതുക. ഡു യു നോട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദീസ് ലെങ്സ്? റൈറ്റ് യുവർ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലെങ്ത്തിൽ വല്ല പ്രത്യേകതകളും നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചോ എന്നാണ്. അത് നിങ്ങളുടെ ഫൈൻഡിങ്സ് കണ്ടെത്തല് നിങ്ങൾ ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മൈ ഫൈൻഡിങ്സ് എന്നുള്ള സ്പേസിൽ എഴുതണം. അപ്പൊ എന്താണ് കണ്ടെത്തിണ്ടാവുക? നിങ്ങൾ ഇത് അളന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും? ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഫൈൻഡിങ്സിൽ അവിടെ എഴുതുക ദി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്, അങ്ങനെ എഴുതുക കേട്ടോ. അടുത്തത് ഈർക്കിൾ റെക്ടാങ്കിൾ. സി ദ ഷേപ്സ് അതുൽ ആൻഡ് ബിൻസ മെയ്ഡ് യൂസിങ് ഈർക്കിൾ ബിറ്റ്സ് ഓഫ് ലെങ്ത് 8 centimeters ആൻഡ് 5 centimeters. അതായത് 5 centimeter 8 centimeter നീളമുള്ള ഈർക്കില കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് അതുലും ബിൻസയും ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ, അതുൽ ഉണ്ടാക്കിയ ഒരു ഷേപ്പും കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബിൻസ ഉണ്ടാക്കിയ ഷേപ്പും കാണിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഈസ് എ റെക്ടാങ്കിൾ? ഏതാണ് റെക്ടാങ്കിൾ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഇൻ അതുൽസ് ഫിഗർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഗോ സ്ട്രെയിറ്റ് അപ്പ്. അതായത് അതുലിന്റെ ഫിഗറിൽ ആ ഷേപ്പിൽ നോക്കൂ, അവിടെ ലെഫ്റ്റും റൈറ്റ് സൈഡും എങ്ങനെയാ? സ്ട്രെയിറ്റ് ആയിട്ടല്ലേ പോകുന്നത്, കുത്തനെയല്ലേ പോകുന്നത്, വളവൊന്നുമില്ലല്ലോ. അപ്പൊ വിച്ച് ഈസ് എ റെക്ടാങ്കിൾ? അതുൽസ് ഫിഗർ ഈസ് എ റെക്ടാങ്കിൾ. ഇനി എന്താണ്? ദ ഫിഗർ ബിൻസ മേഡ് ഈസ് നോട്ട് എ റെക്ടാങ്കിൾ വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ബിൻസ ഉണ്ടാക്കിയ ഫിഗർ റെക്ടാങ്കിൾ അല്ല, എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് കാര്യം? ഒരു റെക്ടാങ്കിൾ ആവണമെങ്കിൽ എന്താണ്? അവരുടെ സൈഡുകളില്ലേ, റെക്ടാങ്കിളിന്റെ സൈഡ്സ് സ്ട്രെയിറ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ബിൻസ ഉണ്ടാക്കിയ ഷേപ്പ് നോക്കൂ, ഇവിടെ സൈഡ്സ് സ്ട്രെയിറ്റ് ആണോ? അല്ല, സ്ലാന്റഡ് ആണല്ലേ, ചെരിഞ്ഞിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താണ്? ബിൻസ ഉണ്ടാക്കിയ ഫിഗർ എന്തല്ല? റെക്ടാങ്കിൾ അല്ല. മൈ ഫൈൻഡിങ്സിന്റെ അവിടെ എഴുതുക കേട്ടോ. അപ്പൊ എന്തായത്? ബിൻസാസ് ഷേപ്പ് ഈസ് നോട്ട് എ റെക്ടാങ്കിൾ ബിക്കോസ് ദ സൈഡ്സ് ആർ സ്ലാന്റഡ് എന്ന് എഴുതുക കേട്ടോ. അടുത്തത് റെക്ടാങ്കിൾ സ്പെഷ്യാലിറ്റി എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഒരു റെക്ടാങ്കിളിന്റെ പ്രത്യേകതകള് എന്നാണ് കേട്ടോ. റൈറ്റ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചതുരത്തിന്റെ പ്രത്യേകതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. എന്താണ്? ഒരു റെക്ടാങ്കിളിന് 4 സൈഡ്സ് ഉണ്ട് അല്ലെ. റെക്ടാങ്കിൾ ഹാസ് 4 സൈഡ്സ്. പിന്നെ എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ സൈഡ്സുകൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത്? സ്ട്രെയിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. എന്താ ഇവിടെ പറയുന്നത്? ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം ലൈൻസ് ആർ ഹൊറിസോണ്ടൽ, ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ. അതായത് മുകളിലെയും ചുവടെയുമുള്ള ലൈനുകള് എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ആയിരിക്കുന്നത്, വിലങ്ങനെ കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇടതും വലതുമായ വരകള് കുത്തനെയുമാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? റെക്ടാങ്കിൾ ഹാസ് 4 സൈഡ്സ്, ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ ഹൊറിസോണ്ടൽ, ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ. ഇനി 2 പോയിന്റ്സ് നമ്മൾ എഴുതണം കേട്ടോ. എന്തൊക്കെ നമുക്ക് പറയാം? റെക്ടാങ്കിൾ ഹാസ് 4 കോർണേഴ്സ് എന്ന് എഴുതിക്കോടെ. 4 മൂലകൾ ഉണ്ട് എന്ന് എഴുതാം അല്ലെ. അപ്പൊ അതവിടെ എഴുതാം.
അടുത്തത് നമുക്കറിയാം എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും, ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും അല്ലെ. അതൊരു പോയിന്റ് ആയിട്ട് എഴുതാലോ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. നെക്സ്റ്റ്, ഡിഫറെന്റ് റെക്ടാംഗിൾസ്. See the rectangles Anup drew using the rectangle cards in his math box. അതായത് അനൂപിന്റെ മാത്ത് ബോക്സിലുള്ള കണക്ക് പെട്ടിയിലുള്ള റെക്ടാംഗിൾ കാർഡ്സ് ഉപയോഗിച്ചിട്ട് അനൂപ് വരച്ച റെക്ടാംഗിൾസ് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചുവടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എത്ര റെക്ടാംഗിൾസ് ആ വരച്ചിരിക്കുന്നത്? 4 റെക്ടാംഗിൾസ് വരച്ചിട്ടുണ്ട്. റെക്ടാംഗിൾ 1, റെക്ടാംഗിൾ 2, റെക്ടാംഗിൾ 3, റെക്ടാംഗിൾ 4 എന്ന് പറഞ്ഞിട്ട് അനൂപ് വരച്ച റെക്ടാംഗിൾസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മെഷർ ദ സൈഡ്സ് യൂസിങ് എ റൂളർ ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. അതായത് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതിന്റെ സൈഡ്സ് എല്ലാം അളന്നിട്ട് ടേബിളിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കുക കേട്ടോ. നമുക്ക് അളക്കാനൊക്കെ അറിയാലേ. അപ്പൊ റെക്ടാംഗിൾ ഫസ്റ്റ് അളക്കുക. റെക്ടാംഗിൾ ഫസ്റ്റിന്റെ സൈഡുകൾ നമുക്കറിയാം, റെക്ടാംഗിളിന് 4 സൈഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് സൈഡ് എത്രയാ നോക്കുക, സൈഡ് 2 നോക്കുക, സൈഡ് 3 നോക്കുക, സൈഡ് 4 നോക്കുക. എന്നിട്ട് മെഷർ ചെയ്തിട്ട് അത് അവിടെ എഴുതുക കേട്ടോ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? റെക്ടാംഗിൾ 2ന്റെയും 3ന്റെയും 4ന്റെയും എഴുതുക കേട്ടോ. ഇനി എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മെഷർമെന്റ്സ്? അതായത് അളവുകളുടെ പ്രത്യേകത എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇത് അളന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അല്ലെ. എന്താ, റെക്ടാംഗിൾ 1 and 2ന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് കാണാൻ പറ്റും. റെക്ടാംഗിൾ 3 and 4ന്റെ പ്രത്യേകത എന്താ? അതിലെന്താ? ഓൾ സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത് ആണ് അല്ലെ. എല്ലാ സൈഡുകളും ഒരേ അളവല്ലേ. അപ്പൊ അതവിടെ എഴുതി കൊടുക്കുക കേട്ടോ, മൈ ഫൈൻഡിങ്സിന്റെ അവിടെ. അപ്പൊ അത് ആ സ്പെഷ്യൽ റെക്ടാംഗിൾ ഇല്ലേ, ഓൾ സൈഡ്സ് ഈക്വൽ ആണെന്ന് കണ്ട 3/3ഉം 4th റെക്ടാംഗിൾസിലെ ഓൾ സൈഡ്സ് ഈക്വൽ ആണെന്ന് കണ്ടു അല്ലെ. അപ്പൊ ആ സ്പെഷ്യൽ റെക്ടാംഗിളിനെ കുറിച്ചാണ് കേട്ടോ ചുവടെ പറയുന്നത്. We have seen different rectangles. Look at the 3rd and the 4th rectangles again എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മള് വിവിധ തരം റെക്ടാംഗിൾസ് കണ്ടല്ലോ. അതിലെ 3ാമത്തെയും 4ാമത്തെയും റെക്ടാംഗിൾസ് ഒന്നും കൂടി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ ടീച്ചർ എന്താ പറയുന്നത്? ടേക്ക് ഇർക്കിൾ ബീഡ്സ് ടു മേക്ക് സച്ച് എ റെക്ടാംഗിൾ. അതായത് ഇത്തരത്തിലുള്ള റെക്ടാംഗിൾസ് ഉണ്ടാക്കാനായിട്ടുള്ള ഇർക്കിളക്കോലുകൾ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ടീച്ചർ. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഒരേ ലെങ്തിലുള്ള ഇർക്കിൾ ബീഡ്സ് ആണ് എടുക്കേണ്ടത് അല്ലെ. അതായത് 4 സൈഡ്സും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ലെങ്ത് ഓഫ് ദ ഇർക്കിൾ ബീഡ്സ് യു ടുക്ക്? അതായത് നിങ്ങൾ എടുത്ത ഇർക്കിളക്കോലുകളുടെ നീളത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് കേട്ടോ. എന്താണ് പ്രത്യേകത? സെയിം ലെങ്തിലുള്ള ഇർക്കിൾ ബീഡ്സ് നമ്മൾ എടുക്കുക അല്ലെ. അപ്പൊ അത് എഴുതുക കേട്ടോ. എന്താണ്? ഇർക്കിൾ ബീഡ്സ് ദാറ്റ് ഐ ടുക്ക് ആർ ഓഫ് ദ സെയിം ലെങ്ത്. 4 സൈഡ്സും ഈക്വൽ ഉള്ള റെക്ടാംഗിളിനെ നമ്മൾ എന്താ പറയാ? സ്ക്വയർ എന്നാണ്. അങ്ങനെ ആ സ്പെഷ്യൽ റെക്ടാംഗിളിനെ നമ്മൾ എന്താ പറയാ? സ്ക്വയർ എന്നാണ് കേട്ടോ. അവിടെ ഒരു പസിൽ കോർണർ ഉണ്ട്. ഹൗ മെനി കോർണേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര മൂലകൾ ഉണ്ട് എന്ന് കേട്ടോ. അതായത് 1 corner of a rectangular sheet of paper is cut off. How many corners does it have now? എന്താണ്? ഒരു ചതുര കടലാസിന്റെ ഒരു മൂല മുറിച്ചു കളഞ്ഞു. ഇപ്പോൾ കടലാസിന് എത്ര കോർണേഴ്സ് ഉണ്ട്, മൂലകൾ ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു റെക്ടാംഗുലർ എന്ത് ചെയ്യുക? പേപ്പർ എടുക്കുക കേട്ടോ. ഒരു പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിന് ഒരു പേജ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല. അതിന്റെ ഒരു കോർണർ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാല് എത്ര കോർണേഴ്സ് വരും അവിടെ? നോക്കി നോക്കൂ. 1, 2, 3, 4, 5 കോർണേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 5 കോർണേഴ്സ് എന്ന് എഴുതുക കേട്ടോ. സ്ക്വയർ എന്താന്ന് പറയാം? റെക്ടാംഗിൾ വിത്ത് ഓൾ 4 സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ഈസ് കോൾഡ് എ സ്ക്വയർ. അപ്പൊ എന്താണ്? സമചതുരം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം കേട്ടോ. 4 സൈഡുകളും ഒരേ നീളമുള്ള ചതുരമാണ് എന്തെന്ന് പറയുന്നത്? സമചതുരം എന്ന് പറയുന്നത്. ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ സ്ക്വയേഴ്സ് ആർ റെക്ടാംഗിൾസ് ബട്ട് ഓൾ റെക്ടാംഗിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്. അറിയാലോ, എല്ലാ സ്ക്വയേഴ്സും എന്താണ്? റെക്ടാംഗിൾ ആണ് അല്ലെ. പക്ഷെ എല്ലാ റെക്ടാംഗിളും സ്ക്വയേഴ്സ് ആണോ? റെക്ടാംഗിളിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം ഈക്വൽ ഉള്ളതും നമ്മൾ റെക്ടാംഗിൾ എന്നാണ് പറയുക. പിന്നെ 4 സൈഡ്സ് ഈക്വൽ ഉള്ളതിന് നമ്മൾ റെക്ടാംഗിൾ എന്നാ പറയുക അല്ലെ. ഇനി അവിടെ റൈറ്റ് ഡൗൺ ദ പെക്യുലാരിറ്റീസ് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സ്ക്വയറിന്റെ പ്രത്യേകതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൈ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദർ ആർ 4 സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 4 വശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? സ്ക്വയർ ഹാസ് 4 കോർണേഴ്സ് എന്ന് എഴുതാം. അതായത് സ്ക്വയറിന് 4 മൂലകൾ ഉണ്ട് എന്ന് എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ പാരലൽ ടു ഈച്ച് അതർ. ഒരു സ്ക്വയറിന്റെ, ഒരു സമചതുരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ, എതിർ വശങ്ങള് എങ്ങനെയായിരിക്കും? ഒന്നിനോടൊന്ന് പാരലൽ ആയിരിക്കും കേട്ടോ, സമാന്തരമാണ് കേട്ടോ. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? 4 സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത് എന്ന് എഴുതാം. പിന്നെ എഴുതാം ഓൾ സ്ക്വയേഴ്സ് ആർ റെക്ടാംഗിൾസ് എന്നൊക്കെ നമുക്ക് പോയിന്റ് അവിടെ എഴുതാം കേട്ടോ. സ്ക്വയർ വിത്തിൻ റെക്ടാംഗിൾ. ഡ്രോ എ സിംഗിൾ ലൈൻ ഇൻസൈഡ് ദിസ് റെക്ടാംഗിൾ ടു ഡ്രോ എ സ്ക്വയർ. ഇവിടെ തന്ന റെക്ടാംഗിളിന്റെ ഉള്ളില് ഒരു സിംഗിൾ ലൈൻ, ഒരൊറ്റ ലൈൻ വരച്ചിട്ട് ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
അപ്പൊ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? ഇവിടെ റെക്ടാങ്കിളിന്റെ സൈഡുകൾ നമുക്ക് നോക്കാം. സൈഡ് 1, സൈഡ് 2, സൈഡ് 3, സൈഡ് 4 ഇങ്ങനെയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് സ്ക്വയർ കിട്ടണമെന്നുണ്ടെങ്കിൽ സൈഡ് 2ഉം സൈഡ് 3ന്റെയും നേരെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയേഴ്സ് കിട്ടുമോ? ഇല്ല, സ്ക്വയറുകൾ കിട്ടില്ല അല്ലെ? അവിടെ 2 റെക്ടാങ്കിൾ ആയിട്ടേ മാറുള്ളൂ അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? സൈഡ് 1ന്റെയും സൈഡ് 4ന്റെയും അവിടെ ലൈനുകളില്ലേ, അതിന്റെ മിഡിലിൽ പോയിട്ട് ഒരു ലൈന് ഉള്ളിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയേഴ്സ് കിട്ടും അല്ലെ? അങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ലെസന്റെ ബാക്കി പോർഷനും കൂടിയും കവർ ചെയ്യാം. ഓക്കെ.